വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക്. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരുപാട് ആളുകൾ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പല ആളുകളും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് മാറി നിന്നിട്ട് പറയും ഞാൻ വേട്ടക്കാരനൊപ്പമാണ് എന്ന് പറയും. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരുടെ കാര്യം തന്നെ പറയാം. നമ്മൾ സ്വാഭാവികമായിട്ടും വോട്ട് ചോദിക്കാനായിട്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും വരും. അപ്പോൾ ആ വരുന്നവരടുത്തൊക്കെ എല്ലാവരും പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങൾക്ക് തന്നെയാണ് വോട്ട്, നിങ്ങൾക്കേ തരുള്ളൂ, നമുക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് അത്ര നല്ല ഒരു മനസ്സിൽ അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് എല്ലാവരും വരുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഈ പറയുന്ന വോട്ട് കൊടുക്കുന്നത് ആർക്കാണ്? അവരവർ മനസ്സിൽ ഒരാളെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർക്കേ കൊടുക്കത്തുള്ളൂ. പക്ഷേ എല്ലാവരുടെ അടുത്തും പറയും നിങ്ങൾക്ക് തന്നെയാണെന്ന്. ഈ ഒരു കേസിലും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിൽ എല്ലാവരും പറയുന്നൊരു വാക്കെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയും. അതേസമയം ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഈ നമ്മൾ അത്രയും നാൾ കൊട്ടേഷൻ കൊടുത്ത ആൾ ആണ് എന്ന് സംശയിക്കുന്ന വ്യക്തി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് അറിയാമായിരുന്നു, എന്നാലും നമ്മൾ സന്തോഷത്തിലാണ്, നമുക്ക് നല്ല ഹാപ്പിയാണ് അദ്ദേഹം പുറത്ത് വന്നതിൽ വളരെ സന്തോഷം, കാരണം അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്താണ്, എന്നാൽ ഞങ്ങൾ ഇരയ്ക്കൊപ്പവും കൂടിയാണ് എന്ന് പറയും. ആ പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലെ പണ്ടരണ്ട പറയുന്ന കണക്ക് ടോ എന്ന് പറഞ്ഞിട്ട് ഇട്ടോ എന്നുകൂടി പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് 6ഓളം ആളുകളെ ആ കുട്ടിയെ ഉപദ്രവിച്ച 5-6 പേരെ അറസ്റ്റ് ചെയ്തില്ലേ, ഇനി എന്താണ് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയാനായിട്ടുള്ളത്? അപ്പോഴും കൊട്ടേഷൻ കൊടുത്തത് ആരാണ് എന്നുള്ളത് പുറത്ത് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇതിനെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, അല്ലാണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഇന്നലെ തൊട്ടേ അത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഭാഗ്യലക്ഷ്മി പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം. രാവിലെ പോകുമ്പോൾ നമ്മൾ വിഷ്വൽ കണ്ടു, നല്ല ഭയത്തോടു കൂടെ ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു. പുറത്ത് വന്നപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടി പുറത്തേക്ക് വന്ന് അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അതേ അഭിമുഖീകരിക്കുന്നത്. അതേ സമയത്ത് എനിക്ക് തോന്നിയൊരു വിചിത്രമായ കാര്യം, പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ് മീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയ പോലെ തോന്നി. ലഡു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ലഡു റെഡിയാക്കി വെച്ചിട്ടില്ല, പത്രസമ്മേളനം വിളിച്ചില്ല. കാരണം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്, ഏതോ ഒരു പെണ്ണ് ഇരയാണ്. ഇപ്പോൾ അവൾ കഴിഞ്ഞു, ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി അയാളായിരിക്കും. അവളെ ഇനി തൊട്ട് കളിക്കില്ല. പക്ഷേ ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിരുന്നു, മഞ്ജു സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ അവളോട് പറയുന്നു. ശരിക്കും ഭാഗ്യലക്ഷ്മി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വന്തം ഒരു മകൾക്ക് ഒരു വിഷയം വരുമ്പോൾ ഒരമ്മയ്ക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊരു അമ്മയല്ലേ, അപ്പം ഇവർക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവാം. അപ്പോൾ ഇതുപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എത്ര പേരുണ്ടാവും, എല്ലാവരും പറയും ഞാൻ നിങ്ങൾക്കൊപ്പമാണ്, ഞാൻ ഫുള്ളായിട്ട് എൻ്റെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ പ്രാവർത്തികമാക്കിയെടുക്കാനാണ് പാടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതങ്ങനെയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് പൈസയോടാണ് കൂടുതൽ താല്പര്യം. പൈസ, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ വ്യക്തിബന്ധങ്ങൾക്കും രക്തബന്ധങ്ങൾക്കും ഒക്കെ വിലയുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. എന്തായാലും നമുക്ക് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന നമ്മുടെ അതിജീവിതയെ നെഞ്ചോട് ചേർത്ത് അവൾക്ക് വേണ്ടിയിട്ട് അന്നും ഇന്നും എന്നും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ ചില വാക്കുകൾ കൂടി കേട്ടിട്ട് വരാം. മുഴുവനും ഉറങ്ങാതെ, അവൾ ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല. ആ രാത്രി മുഴുവനും ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത്. രാവിലെ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അയക്കാം.
പക്ഷെ ആ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ അയച്ചാലും അത് അവിടെ കിടക്കും എന്നല്ലാതെ ഇതാരും അറിയാനും ഒന്നും പോകുന്നില്ല. പക്ഷെ എനിക്കിത് അറിയണം, എല്ലാവരും അറിയണം എൻ്റെ പ്രതിഷേധം, എൻ്റെ ശരി. ഞാൻ ഈ ഒരു അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ഒരു പ്രശ്നം വന്നാൽ പ്രശ്നം അനുഭവിക്കുന്ന ശരിയോടൊപ്പം നിൽക്കുക, സത്യത്തോടൊപ്പം നിൽക്കുക എന്ന് എനിക്കറിയാമോ. എനിക്കിതിൽ ഒരുപാട് നഷ്ടം സംഭവിക്കുമോ അതൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല. ഞാനിപ്പോൾ 19 വർഷം കഴിഞ്ഞ ഇൻഡസ്ട്രിയിൽ, ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ലാഭവും നേട്ടവും ഒന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അത് ചെറുപ്പകാലത്തും ഞാൻ നോക്കിയിട്ടില്ല, ഇന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ എനിക്ക് രാവിലെ തോന്നി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചത്. സംഘടനയിൽ നിന്ന് ആരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, അവർ വിളിക്കുകയില്ല. കാരണം അവരെ സംബന്ധിച്ച് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സംഘടനയിൽ ഇല്ലാതെ പോയത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ എന്നും അവർക്കൊരു തലവേദനയായിരിക്കും, എപ്പോഴും ഞാൻ അവർക്കൊരു ശല്യം തന്നെയായിരിക്കും. ഞാൻ ഇങ്ങനെ നിരന്തരം ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ് വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആര് കൂടെ ഇല്ലെങ്കിലും ഭാഗ്യലക്ഷ്മി എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു വിഷയം ആദ്യം തൊട്ടേ അവർ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി സിനിമാ മേഖലയുമായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ ഭാരവാഹികളുമായിട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല, എല്ലാം അവർ വിച്ഛേദിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിനിമാക്കാർക്ക് ഇനി എന്നും ഭാഗ്യലക്ഷ്മി ഒരു തലവേദനയായിരിക്കും എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ നെറ്റി ചുളിക്കും. ചില ആളുകളൊക്കെ പറയും, ഓ ഇവർക്കിത് എന്തിൻ്റെ കേടാണ്, ഇവർക്കിപ്പോൾ എന്താ വേണ്ടത്, ഇവർ ഇത് എന്തിനാ കിടന്ന് തിളയ്ക്കുന്നത്, ആ പാവം ദിലീപിനെ അറസ്റ്റ് ചെയ്യാഞ്ഞിട്ട് ഈ തള്ളച്ചിക്ക് എന്താ, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് ശരിക്കും അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ശരിക്കും അവർ കാണുന്നത്, അവർ കണ്ടിട്ടുള്ളത് ആ ഒരു അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് അവർ വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിനേക്കാളേറെ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഇമോഷൻസൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. അപ്പോൾ അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഭാഗ്യലക്ഷ്മി. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇതുപോലെ പ്രതികരിക്കാൻ സാധിക്കുന്നതും. ഇവിടെ പല ആളുകളും ഈ പറയുന്ന താരസംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്, എന്തായാലും ഇത്രയും നാളത്തേക്ക് ശേഷം ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ നിന്നും ആ ഒരു കുറ്റാരോപിതനായിട്ട് പുറത്ത് വന്നതിൽ സന്തോഷമുണ്ട്, എന്നാൽ ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പവുമാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഗുണം വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നില്ല, അതാണ് വിഷയം. ശരി, നിങ്ങളുടെ സുഹൃത്ത് ഫ്രീ ആയിട്ട്, അതായത് നിങ്ങളുടെ സുഹൃത്ത് കുറ്റാരോപിതനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും, നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ തലയിലെല്ലാം വരണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളല്ല നമ്മൾ. പുള്ളിക്കാരനെ ജയിലിൽ പിടിച്ചിട്ട് അവിടെ അയാളുടെ ശിഷ്ടകാലം മുഴുവനും അവിടെ കിടക്കട്ടെ എന്നുള്ള ചിന്താഗതിയും നമുക്കില്ല. പക്ഷേ തെറ്റ് ആര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം. അപ്പോൾ നമ്മളിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ കൊട്ടേഷൻ കൊടുത്തത് ആര്, കൊട്ടേഷൻ ആണ് എന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് കൊടുത്തത് ആര് ആണ് എന്ന് പുറത്ത് വരാത്തതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മളെപ്പോഴും അദ്ദേഹത്തിന് നേർക്ക് തിരിയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.